ഹായ് മക്കളെ, പരീക്ഷ എടുത്തു അല്ലേ? ഒന്നും ഭയക്കണ്ട. നമുക്ക് 100-ൽ 100 വാങ്ങിക്കാനുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മറ്റ് കഴിഞ്ഞ പരീക്ഷകളെല്ലാം എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ആ പരീക്ഷാ ചൂടിൽ നിന്നൊന്ന് അല്പം സമാധാനമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ഇനി തുടർച്ചയായി വീഡിയോ ഇടും. നമുക്ക് 10 പാഠങ്ങളേ ഉള്ളൂ. 10 പാഠങ്ങൾ വളരെ എളുപ്പമായി നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യമായി ലക്ഷ്മണ സാന്ത്വനത്തിൻ്റെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ് പറയുന്നത്. എഴുത്തച്ഛൻ ആരാണ് ലക്ഷ്മണ സാന്ത്വനം എഴുതിയത്? എഴുത്തച്ഛൻ. അപ്പോൾ ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതാഭാഗം രാമായണത്തിലെ ഏതു കാണ്ഡത്തിൽ പെടുന്നു? അയോധ്യാകാന്ഡം. അതുപോലെ അറിഞ്ഞിരിക്കുന്നു നിന്നെക്കുറിച്ച് മുന്നമേ ഞാനടോ എന്ന് പറയുന്നുണ്ട്. ആരാണ് അങ്ങനെ പറയുന്നത്? അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. ആരറിഞ്ഞിരിക്കുന്നു? ആരെ പറ്റിയാണ് പറയുന്നത്? ശ്രീരാമൻ. ആരെ അറിയുന്നു എന്ന് പറയുന്നു? ലക്ഷ്മണനെ. അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ. ഞാൻ മുൻപിൽ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുന്നു. ആരെ പറ്റി? ശ്രീരാമനാണ് പറയുന്നത്, ലക്ഷ്മണനെ പറ്റി. സൗമിത്രി എന്ന് ഈ പാഠഭാഗത്ത് എപ്പോഴും പറയുന്നുണ്ട്. സൗമിത്രി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ലക്ഷ്മണനെയാണ്. എന്തുകൊണ്ട്? സുമിത്രയുടെ പുത്രനാണ്. ഇനി നിന്റെ തത്വം എനിക്കറിയാം എന്ന് ശ്രീരാമൻ പറയുന്നുണ്ട് കവിതാഭാഗത്ത്. എന്താ? ആരുടെ തത്വം? ലക്ഷ്മണന്റെ തത്വം. അതുപോലെ ഭോഗങ്ങൾ ഏതുപോലെയാണ്? ക്ഷണപ്രഭാ ചഞ്ചലം പോലെ, ഇടിമിന്നൽ പോലെ. നിന്നോളമില്ല മറ്റാർക്കും. എന്താണ് മറ്റാർക്കും ഇല്ലാത്തത്? രാമനോടുള്ള അതിയായ വാത്സല്യം. ഓക്കെ, ഇത് ഈ ലക്ഷ്മണൻ്റെ തത്വം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. മഹാവിഷ്ണുവിൻ്റെ ശയ്യ എന്ന് പറയുന്നത് അനന്തനാണ്. ഇവിടെ അനന്തനായിട്ടിരിക്കുന്നത് ലക്ഷ്മണനാണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ ഒപ്പമുള്ളത് അനന്തനാണ്, അതുപോലെ ശ്രീരാമൻ്റെ ഒപ്പമുള്ളത് ലക്ഷ്മണനുമാണ്. ഓക്കെ, ഇനി മർത്യജന്മം ക്ഷണഭംഗുരമെന്ന് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഏതിനോട്? അതായത് ചുട്ടുപഴുത്ത ലോഹത്തിൽ വെള്ളം വീണാൽ അത് ആവിയായി പോകുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളിയോട്. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് ആരാണ്? അതായത് ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള. അത് പറഞ്ഞപ്പോഴാണ് കാലാഖി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലമാകുന്ന പാമ്പ്, അഖി പാമ്പാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് 10th എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ കാരണം നമ്മൾ ഒരു 26 വർഷമായിട്ട് സ്ഥിരമായി വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം എഴുത്തച്ഛനെ പറ്റിയൊക്കെ ആകുമ്പോൾ ആധുനിക ഭാഷയുടെ പിതാവാര് എഴുത്തച്ഛനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവിതാഭാഗമായിട്ടുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യനുകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പാഠഭാഗത്ത് നാം ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അതുപോലെ മനുഷ്യർക്ക് അസ്ഥിരമായിട്ടുള്ളത് എന്ത്? ലക്ഷ്മി. അപ്പോൾ അത് മാറിപ്പോകരുത്. ലക്ഷ്മിയും അസ്ഥിരമല്ലോ മനുഷ്യർക്ക്. ലക്ഷ്മി എന്താ? ഐശ്വര്യം. ഇനി കളത്ര സുഖം എന്തിനു തുല്യമാണ്? സ്വപ്ന സമാനം എന്നാണ് പറയുന്നത്. സ്വപ്ന സമാനം. ഇനി നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്. ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. സംസാരകാരിണിയായ ആര്? സംസാരകാരിണി എന്ന് വെച്ചാൽ, സംസാരം എന്ന് വെച്ചാൽ ലോകത്തിലെ പ്രശ്നങ്ങൾ. അതിന് കാരണം അവിദ്യയാണ്. സംസാരനാശിനി, പ്രശ്നങ്ങളെ നശിപ്പിക്കുന്നവൾ, അത് വിദ്യയാണ്. അപ്പോൾ സംസാരകാരിണി, സംസാരനാശിനി, അതിലൊന്ന് ഷുവറായിട്ടും ചോദിക്കും. അപ്പോൾ സംസാരകാരിണി ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം അവിദ്യ. സംസാരനാശിനി, പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നത് വിദ്യ. മോഹമാതാവ് മോഹഹന്ത്രി, ഇത് രണ്ടും ഇതുപോലെ ചോദിക്കാവുന്നതാണ്. മോഹമാതാവ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾക്ക് കാരണം അവിദ്യ. മോഹങ്ങളാണല്ലോ പ്രശ്നങ്ങൾക്ക് കാരണം, ആഗ്രഹങ്ങൾ, അതിന് കാരണം അവിദ്യ. മോഹൈക ഹന്ത്രി, മോഹത്തെ ഹനിക്കുന്നവൾ, മോഹത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ, അത് വിദ്യ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഓക്കെ, ഇനി മോക്ഷാർത്ഥി എന്താണ് ചെയ്യേണ്ടത്? ഏകാഗ്രമായി വിദ്യാഭ്യാസം ചെയ്യണം. ഏകാഗ്രചേതസ ചെയ്യുക വേണ്ടുന്നതും. ഏകാഗ്രമായ മനസ്സോടെ മോക്ഷാർത്ഥി
വിദ്യ അഭ്യസിക്കണം. ഇനി മനുഷ്യൻ ശത്രുക്കളാകുന്നത് എന്താണ്? കാമക്രോധ ലോഭ മോഹാദികളാലാണ് മനുഷ്യൻ ശത്രുക്കളാകുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇത്രയുമാണ് എന്താ കാമക്രോധ ലോഭ മോഹാദികൾ എന്ന് പറയുന്നത്. മുക്തിക്ക് വിഘ്നം വരുത്തുന്നത് ആര്? ക്രോധം. മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്തതിൽ ശക്തി ക്രോധത്തിനാണെന്ന് നീ മനസ്സിലാക്കൂ ലക്ഷ്മണ എന്നാണ് ശ്രീരാമൻ പറയുന്നത്. അപ്പോൾ ദേഷ്യമൊക്കെ ഉപേക്ഷിക്കണം. പരീക്ഷയാണ് വരുന്നത്, അതുകൊണ്ട് ടെൻഷനൊക്കെ കയറി ദേഷ്യമൊന്നും പെടണ്ട. മലയാളത്തിന് ഒരു ദേഷ്യവും വേണ്ട. എല്ലാവരും ഒരേ സെറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് മലയാളത്തിന്. ആ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 012 എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ.